അപ്പോൾ ഇതൊന്നൊരു ബർത്ത്ഡേ കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ബർത്ത്ഡേ അല്ല, ഒരു ഗ്രീറ്റിംഗ് കാർഡ്. അതായത് ഇതൊരു ഞാൻ വരച്ച പടമാണ്. സോ അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ടഫസ്റ്റ് പാർട്ടായിരുന്നത്. ആൻഡ് ഇതാണ് ഫുൾ എന്താ പറയുക വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ക്യാൻവാസിൽ വരച്ചൊരു ഇത് A3 സൈസാണെന്ന് തോന്നുന്നു, 30 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ ഞാൻ എടുത്തത് ആ കൈയൊക്കെ വന്നത് എൻ്റെ അനിയൻ്റെ ആണ്. ഇപ്പോൾ ഫ്രണ്ട് കേൾക്കുന്നത് അത് തന്നെയാണ്. ഫ്രണ്ട് പോർഷൻ ഞാൻ ഓൾറെഡി വരച്ചു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇതാണ് ഫ്രണ്ട് പോർഷനൊക്കെ. ഞാനൊരു പെയിൻറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ബർത്ത്ഡേ കാർഡാണിത്. ആൻഡ് ബാക്ക് പോർഷൻ വെറുതെ ഇടാൻ എനിക്കൊരു മനസ്സ് തോന്നിയില്ല. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബോർഡർ കൊടുത്തു, അങ്ങനെയല്ല, ഒരു പെയിൻ്റ് അടിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബോർഡർ കൊടുത്തു. ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാക്ക് ആൻഡ് ഫ്രണ്ട് പോർഷൻ. ഉള്ളിൽ അപ്പം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഇവിടെയൊക്കെ പെയിൻറ്റ് വന്നു, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇത് ചെയ്തത്. എന്ത് ചെയ്യുമെന്നറിയില്ലായിരുന്നു. അപ്പോൾ ബ്ലൂ തീമാണല്ലോ അടുത്തത്. അപ്പം ബ്ലൂ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് ആണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി കയറി വരിക. പിന്നെ ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് ഒരു എഫക്റ്റ് പോലെ കൊടുക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് അധികമൊന്നുമില്ല, ഈ പ്രോസസ്സ് തന്നെയാണ് മെയിൻലി. പിന്നെ ഇത് മരം വരയ്ക്കാനാണ് ഞാൻ ഈ പാടുപെടുന്നത്. എന്ന് വെച്ചാൽ എളുപ്പമാണ്. കുറേ ഒരു ലൈൻ കേർവ് ചെയ്ത് വരച്ച് നോക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ആവരുത്, എന്നാൽ ഒരു സ്ട്രെയിറ്റ് ആവണം, ആ ഒരു രീതിയിൽ വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ ഇതിന്ന് കൊമ്പുകൾ വരച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കൈ ആവാറുണ്ടോ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ? എൻ്റെ കൈ ഇതിനും വലത്താണ് ആവാറ്. ഇനി ഞാൻ മാക്സിമം ഇതിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ആയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. നമ്മൾ പെയിൻറ്റ് ചെയ്തതിനൊരു ഇതില്ലാന്ന് വിചാരിക്കും. ആൻഡ് ഞാൻ ഇതൊറ്റ സ്ട്രെച്ചിലിരുന്നാണ് ചെയ്തത്. പിന്നെ ഇതാർക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടാവില്ല, ഇതൊരു ബർത്ത്ഡേ ഉള്ള ഒരാൾക്കാണ് ഉണ്ടാക്കുന്നത്. ഇതാർക്കാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പീപ്പിൾ അല്ലെങ്കിൽ പേഴ്സൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾക്കായിരിക്കും. സോ അതാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ന് ആർക്കെങ്കിലും ബർത്ത്ഡേ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ, ഇന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ബർത്ത്ഡേ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതായിരിക്കും ഗൈസ്. സോ ദിസ് ഇസ് ഫോർ യു. പിന്നെ ബാക്കിൽ ഞാൻ ഫ്രമ്മൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് മൈ നെയിം. പിന്നെ ഉള്ളിലിതാണ്. അപ്പം നിങ്ങൾക്ക് അത്രയുള്ളൂ. ബൈ.